നാം എല്ലാവരും തന്നെ എക്സാമിന് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ട് പോകും. എന്നാൽ ഹോളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഴുതണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അതിൻ്റെ ആൻസറും അറിയാം. പക്ഷെ അങ്ങോട്ട് എഴുതാൻ പറ്റുന്നില്ല. അതിൻ്റെ ആൻസർ എന്താണെന്ന് ഓർമ്മ വരുന്നില്ല. എന്നാൽ ഹോളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ആൻസർ എല്ലാം അറിയാമായിരുന്നു. അത് എഴുതിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. എന്നാൽ എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത് ഒറ്റൊരു ടെക്നിക്ക് മാത്രമാണുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങളും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. അതുകൊണ്ട് വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോകാം. ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും അതിരാവിലെ തന്നെ ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ടായിരിക്കും എക്സാമിന് പോകുന്നുണ്ടാവുക. എന്നാൽ എക്സാം ഹാളിൽ എത്തുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എത്തിയതിന് ശേഷമോ ഫ്രണ്ട്സുമായിട്ട് ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ബുക്ക് എടുത്ത് റിവൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മൈൻഡിൽ പിന്നെയും കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഒരു വ്യക്തി നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, ഇതിൻ്റെ ആൻസർ തന്നെ ആയിരുന്നു അത്, അതല്ല ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം നിങ്ങൾ 100% നല്ല രീതിയിലല്ല പഠിച്ചിട്ടുള്ളതെങ്കിൽ ആ ഒരു കാര്യം മാറിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഹോളിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ ആരുമായിട്ടും ഡിസ്കസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ബുക്ക് എടുത്ത് വീണ്ടും വായിക്കാതിരിക്കുക. കാരണം ആ ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ റിലാക്സ് ആയിട്ട് ആ ഒരു എക്സാമിനെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ റിലാക്സ് ആയിട്ട് തന്നെ പോയി എഴുതണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. നൈറ്റും മോർണിംഗും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സാം ഹോളിൽ പോവുക. അതിനുശേഷം റിലാക്സ് ആയി എക്സാം എഴുതിയതിന് ശേഷം തിരിച്ചു വരിക. നമുക്കെല്ലാവർക്കും തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള പല സബ്ജക്റ്റുകളും ഉണ്ടാവും. ചിലത് വർഷങ്ങളൊക്കെ ഓർത്തെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അത് ഹിസ്റ്ററിയോ സയൻസോ ഒക്കെ ആകാം. എന്നാൽ നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് കഥകൾ ഉണ്ടാക്കുക, അതായത് സ്റ്റോറീസ് ഉണ്ടാക്കുക. സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഇത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്ത കാര്യമാണ്. കാരണം എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെയായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പെട്ടെന്ന് ഓർത്തെടുക്കാനും അതിനെ കൃത്യമായിട്ട് എഴുതാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. കഥകൾ എപ്പോഴും നിങ്ങളുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുകയും വികാരങ്ങൾ നന്നായി ഓർക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതായത് ഒരു സ്റ്റോറി ഫോർമാറ്റിൽ അവതരിപ്പിച്ച വിവരങ്ങൾ വസ്തുതകളേക്കാൾ വളരെ നന്നായി ആളുകൾ ഓർക്കുന്നുവെന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനാൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ചിന്തിക്കണം. ആദ്യം നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെപ്പറ്റി ചിന്തിക്കണം. അവ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് എങ്കിൽ ആ മെറ്റീരിയലിനെ ചുറ്റിപ്പറ്റി കഥകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സമയമാണിത്. ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി എടുക്കാം. തീയതികളും സംഭവങ്ങളും മനഃപ്പാഠമാക്കുന്നതിന് പകരം സമയത്തിലൂടെ യാത്ര ചെയ്യുകയാണ് എന്ന് കരുതുക. ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു എന്താണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആ ഒരു കാര്യത്തെ ദൃശ്യവൽക്കരിക്കുക. അതായത് തിരക്കേറിയ തെരുവുകളോ ലോകത്തെ രൂപപ്പെടുത്തിയ സുപ്രധാന സംഭവങ്ങളോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു കാര്യത്തെ ദൃശ്യവൽക്കരിക്കുക. ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ വായിക്കുമ്പോഴെല്ലാം ആ നിമിഷങ്ങൾ ആസ്വദിച്ചുകൊണ്ട് സ്വയം ചിത്രീകരിക്കാൻ തയ്യാറാവുക. ഇങ്ങനെ ഇമേജസുമായി കണക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സംഭവ വികാസങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ സ്വന്തം പഠനശീലങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണിത്. ഏത് വിഷയമാണ് നിങ്ങൾക്ക് വെല്ലുവിളിയായി കാണുന്നത്? നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു മെറ്റീരിയലിനെ ഒരു കഥയാക്കി മാറ്റാനാകും? നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി കഥകൾ നിർമ്മിക്കുന്നത് എളുപ്പമാണ്. നിങ്ങളുടെ പഠന സെഷന് വേണ്ടി ഒരു പ്രത്യേക ലക്ഷ്യം വയ്ക്കുക. ഉദാഹരണത്തിന് ഒരു ചിത്രശലഭത്തിൻ്റെ ജീവിതചക്രത്തെക്കുറിച്ച് പരിശോധിക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഒരു ചിത്രശലഭമാണെന്ന് സങ്കല്പിക്കുക. ഒരു മുട്ടയായി ആരംഭിക്കുക. നിങ്ങളുടെ പരിവർത്തന ഘട്ടങ്ങളിലൂടെ കടന്നു പോവുക. ഒടുവിൽ മനോഹരമായ ചിത്രശലഭമായി പ്രത്യക്ഷപ്പെടുക. ഓരോ ഘട്ടത്തിലും നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എന്ത് നേട്ടങ്ങളാണ് നിങ്ങൾ കൈവരിക്കുന്നത്? മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ പഠന സമയത്ത് ഇടവേളകൾ എടുക്കുക. മണിക്കൂറുകളോളം നിങ്ങൾ പഠിക്കുന്നതിന് പകരം അതിന് ടൈമറുകൾ സെറ്റ് ചെയ്യുക. 25 മിനിറ്റ് കൃത്യമായിട്ട് പഠിക്കുക. തുടർന്ന്
ഒരു ഇടവേള എടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കഥയെപ്പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ദൃശ്യവൽക്കരിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ പുതുക്കാനും പ്രചോദനം നിലനിർത്താനും സഹായിക്കും. നിങ്ങൾ ഇനി പഠിക്കാനിരിക്കുന്ന സമയത്ത് എങ്ങനെ കഥകൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ വിഷയങ്ങളെ ആകർഷകമായ വിവരണങ്ങളായി മാറ്റുക. നിങ്ങളുടെ വികാരങ്ങളിൽ ഇടപെടുക. വ്യക്തമായ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക. നിങ്ങളുടെ സ്റ്റോറികൾ പങ്കിടുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യുമ്പോൾ പഠിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാവുകയല്ല ചെയ്യുന്നത്. കൂടുതൽ ആസ്വാദകരമായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലാകും. നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം. കാരണം ഇങ്ങനെ ഇമേജസും സ്റ്റോറീസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പോയി എക്സാമിന് അറ്റൻഡ് ചെയ്ത് നോക്കണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഓർത്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതെല്ലാം ഓരോ വികാരങ്ങളുടെ പുറത്ത് നിന്നാണ് വരുന്നത്. ഇങ്ങനെയുള്ള വികാരങ്ങളുടെ പുറത്ത് നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഓർത്തെടുക്കാനും അത് കൃത്യമായിട്ട് എഴുതി ഫലിപ്പിക്കാനും പറ്റും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കാര്യം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റും കൂടെ ചെയ്യുക.